മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിഷിൻ അതേപോലെ ലക്ഷ്മി ഇവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അനീഷ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വൈൽഡ് കാർഡുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ബിഗ് ബോസ് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഈ 5 വേസ്റ്റ് ആയിട്ടുള്ള വൈൽഡ് കാർഡുകൾ? നിങ്ങൾ അപ്പോൾ മസ്താനി അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കുറേ അങ്ങോട്ട് ഇതാക്കാൻ നിൽക്കണ്ട, നിൻ്റെ പുറത്തെ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷ് പറയുകയാണ്, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, എൻ്റെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇവിടെ പറ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജിഷിൻ കയറി പറയുന്നത്, വെറുതെ ഇവൻ്റെ ഈ സ്വഭാവം കാരണമാണ് ഇവൻ്റെ ഭാര്യ ഇവനെ ഇട്ടിട്ട് പോയെന്ന്. അപ്പോഴേക്കും ലക്ഷ്മി അതിൽ കയറി പിടിക്കുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അനീഷിൻ്റെ കാരണം കൊണ്ടാണ് ആ വൈഫ് ഇട്ടിട്ട് പോയത്, അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നമ്മളിവിടെ വലിച്ചഴിക്കരുത്. ആ കാര്യം പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ അനുമോള് പെട്ടെന്ന് കയ്യിലോട്ട് തല്ലിയിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ട്. ഞാനെന്തിനു പറയാതിരിക്കണം, ഇന്നലെ ലക്ഷ്മി എൻ്റെ പേഴ്സണൽ ലൈഫ് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ലക്ഷ്മി അപ്പോഴേക്കും പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ 5 വർഷമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവവും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെയോ മക്കളെയോ കാണാൻ ശ്രമിക്കുന്നില്ല, പിന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി അവരുടെ ഒരു ലൈഫിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, ലക്ഷ്മി പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മാത്രമാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് കയറി അക്ബറും അതേപോലെ ബിന്നിയൊക്കെ കയറി ഇടപെടുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് ഇവിടെ പറയാൻ പാടില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും പേഴ്സണൽ ലൈഫ് എടുത്ത് കളിക്കും. ബിഗ് ബോസ് വീട്ടിൽ ആരും ലൈഫ് വെച്ചിട്ടുള്ളൊരു കളി കളിക്കേണ്ട, അതൊരു ചീപ്പ് കളിയാണെന്ന് ബിന്നി പറയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ എത്തുന്നുണ്ട്, ആരും ആരുടെ ഫാമിലിനെ കുറിച്ച് പറയേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിഷിൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഗ്രൂപ്പ് ചേർന്നിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് രാവിലെ തന്നെ എല്ലാവരും കൂടെ കയറുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിഷിൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ ലക്ഷ്മി മിണ്ടാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഫൈറ്റ് ഉണ്ടാക്കരുതെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും ജിഷനും കൂടെ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഫുഡിൻ്റെ പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്, ഞങ്ങൾ ആ ഏരിയയിൽ നിന്നല്ല സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടാനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ എന്ന് അക്ബർ പറയുകയും ചെയ്യുന്നുണ്ട്.